ആന എഴുന്നള്ളിപ്പിൽ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് നവംബർ 14 പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തത വരുത്തുകയായിരുന്നു ഡിവിഷൻ ബെഞ്ച്. ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ജില്ലാ കളക്ടർമാർക്കാണ് നിരീക്ഷണ ചുമതല. ഉത്തരവ് നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ നീതിന്യായ സംവിധാനം സ്വീകരിക്കും. ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രതിഷേധമുയർത്തുന്നത് അംഗീകരിക്കാനാവില്ല. ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ സുരക്ഷ പരിഗണിച്ചാണ് ആനകൾ തമ്മിലുള്ള അകലപരിധി കുറഞ്ഞത് 3 മീറ്ററായി നിശ്ചയിച്ചത്. ഇതടക്കം എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവർ വ്യക്തമാക്കി. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളത്ത് അനിവാര്യമായ മതാചാരമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഒരു കാര്യം ഏറെക്കാലമായി സംഭവിക്കുന്നതുകൊണ്ട് മാത്രം അത് അനിവാര്യമായ മതാചാരമാകില്ല. അനിവാര്യമായ ആചാരമല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിപ്പ് തുടരാനുമാവില്ല എന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചു. ആനകളെ 3 മണിക്കൂറിലധികം നിർത്തരുത്, പൊതുജനങ്ങളിൽ നിന്നും നിശ്ചിത അകലം പാലിക്കണം, ബാരിക്കേഡുകൾ സ്ഥാപിക്കണം തുടങ്ങി സുപ്രധാന മാർഗനിർദ്ദേശങ്ങളായിരുന്നു ഹൈക്കോടതി നവംബർ 14 പ്രത്യേക ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചത്. നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ചില ദേവസ്വങ്ങൾ വിമർശനമുന്നയിച്ച പശ്ചാത്തലത്തിലാണ് കോടതി നിലപാട് കടുപ്പിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.